ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന പതിവ് പോലെ ഞാനിതാ ഇന്നും ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നും ഇതാക്കുന്ന ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും പതിവ് പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പുതുതായിട്ട് ഈ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ കോഴി വളർത്തലിൻ്റെ മേഖലയിലേക്ക് വന്നിട്ട് ഒരു കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ വലിയ ഫാമൊന്നുമല്ല, നമ്മൾ വീട്ടിൽ വീട്ടാവശ്യങ്ങൾക്കും അതേപോലെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ചെറിയൊരു വരുമാനമൊക്കെ കൂടി ഉണ്ടാക്കാനൊക്കെ കൂടി ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ കോഴി വളർത്തുന്ന യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് നമുക്കും ആഗ്രഹം ഉണ്ടാകും, നമുക്കും എന്തുകൊണ്ട് കോഴിനെ വളർത്തിക്കൂടാന്നുള്ള ചിന്തയൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് കോഴിനെ വളർത്തിയത് എന്ന്. സ്റ്റാർട്ടിങ് ഇതൊക്കെ നമുക്കറിയാം. ഞാൻ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ കൂടി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ കളർ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടാണ് ഞാൻ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി തുടങ്ങിയത്. അപ്പോൾ കളർ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി അവർക്ക് ആ ഒരു സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ റോഡ് സൈഡൊക്കെ ഉണ്ടാകുന്ന കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ വീടരികിലൊക്കെ കൊണ്ടുവരുന്ന കളർ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാങ്ങി അത് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട് വാങ്ങും. പക്ഷേ അത് ഒരു 3-4 ദിവസമൊക്കെ നമ്മളടുത്ത് നിൽക്കും, പിന്നെ പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ ഒരു ഇതിൽ നമ്മൾ ചെതലൊക്കെ എവിടെന്നെങ്കിലൊക്കെ പെറുക്കി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ചൊക്കെ കൊടുക്കും, അത് പിന്നെ അങ്ങ് ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളർ കോഴിക്കുഞ്ഞുങ്ങളെ എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇതായില്ല. എന്ന് വെച്ചാൽ അവർ ചത്തുപോകുന്ന നമ്മളെ കണ്ണിൻ്റെ മുമ്പ് തന്നെ കാണണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളെ മഹേഷേട്ടനാട്ടോ നമ്മളൊരു 10-11 കോഴിക്കുഞ്ഞുങ്ങളെ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു കളർ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ അതിനെ നോക്കി അത്യാവശ്യം ഒരു മാസം വരെ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് അതിൻ്റെ ഫുഡും ആ തീറ്റയൊക്കെ തന്നെ നമ്മൾ കൊടുത്ത് നമ്മൾ സ്റ്റാർട്ടർ അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമിനോവൻ്റെ ആ ഒരു സപ്ലിമെൻ്റ് ആയിരുന്നു നമ്മൾ ഇവർക്ക് തീറ്റയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മാസമൊക്കെ ഇതായപ്പോഴേക്ക് അവർ അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ച് പൂവൊക്കെ വന്ന് തുടങ്ങി. അന്നപ്പോൾ പിന്നെ അവർ ആ ഒരു മാസത്തെ ആ ഒരു മാസം കഴിയുക പിന്നെ അവർ ഉഷാറായിക്കോളും. അങ്ങനെ നമുക്ക് ആ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കടയിൽ കൊണ്ടു കൊടുത്ത് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു 9 മാസത്തോളം ഞാൻ ആ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു കൂട് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ആ കൂട്ടിലൊന്നും കൊള്ളാതെയായി, പിന്നെ അങ്ങനെ നമ്മൾ അവരെ കൊടുത്തതാട്ടോ. കൂടില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുറേ ആയിട്ട് പിന്നെ കോഴിയൊന്നും വളർത്തല്ലായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് എന്താ ചെയ്യുക എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് നമ്മുടെ കോഴി വളർത്തലിലേക്ക് വന്നാൽ എന്താണ് എന്ന് ചിന്ത വന്നത്. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് അന്ന് കുഞ്ഞാണ് ചെറുത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയി ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് വന്നത്, കോഴി വളർത്തലിലൂടെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയാലോ എന്നൊരു കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒരു 10-30 കോഴിക്കുഞ്ഞോളം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയത് 2 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞിനെയാട്ടോ വാങ്ങിയത്. അപ്പോൾ 2 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞിനെ 70 രൂപ തോതിലാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ 30 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി. കോഴിക്കുഞ്ഞിനെ വാങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ തന്നെ മഹേഷേട്ടൻ തന്നെ വീട്ടിൽ നിന്ന് അതിൻ്റെ നെറ്റും പലകൊക്കെ കൊണ്ടുവന്ന് ഒരു നീളത്തിലൊരു കൂടൊക്കെ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞിനെ വാങ്ങാൻ പോയി. കൂടൊക്കെ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം, എന്നിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ പോകുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യമൊന്നും നമുക്ക് പറഞ്ഞു തരാനോ അല്ലെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഒരു മൈൻഡിൽ നമ്മൾ തന്നെ എല്ലാം തന്നെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞിനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞത് അവിടുന്ന് ഇവർക്ക് കറക്റ്റായിട്ട് ചൂട് കൊടുക്കുക ബൾബിൻ്റെ. അപ്പോൾ അന്നൊന്നും യൂട്യൂബിൽ നോക്കുന്ന ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അവരാണ് പറഞ്ഞത് അവിടുന്ന് ഒരു ബൾബിൻ്റെ ചൂട് അവർക്ക് അത്യാവശ്യമാണെന്നുള്ളത്. അങ്ങനെ അവർക്ക് ബൾബ് വെച്ച് കൊടുത്തു. ഒരു 1-1.5 മാസം വരെ നമ്മൾ ബൾബിൻ്റെ ആ ഒരു ചൂട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ പറ്റുന്ന നേരങ്ങളിലൊക്കെ ഞാൻ പുറത്തേക്ക് അയച്ചു വിടുമായിരുന്നു കേട്ടോ. പുറത്തേക്ക് അയച്ചു വിടുകയാണ് ചെയ്യുക, വലൻ്റെ ഉള്ളിലൊന്നല്ല, വെറുതെ ഇങ്ങനെ പുറത്തേക്ക് അയച്ചു വിടുകയാണ് ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവരെ കുടിക്കുന്ന ആ ഒരു വെള്ളത്തിൽ
പിന്നെ മഞ്ഞൾപ്പൊടി അല്ലെ പച്ചമഞ്ഞൾ, തുളസിയുടെ ഇല, കഞ്ഞിക്കുറുക്കൽ എന്നൊക്കെ ചേർത്ത് അവർക്ക് ഡെയിലി ആ ഒരു വെള്ളം തന്നെയായിരുന്നു കേട്ടോ ഞാൻ കൊടുക്കൽ. പിന്നെ ഈ സ്റ്റാർട്ടർ നമ്മൾ 1.5 മാസം വരെ നമ്മൾ സ്റ്റാർട്ടർ തന്നെയായിരുന്നു കൊടുത്തത്. അതിന് ശേഷമാണ് നമ്മൾ തീറ്റയൊക്കെ മാറ്റി പിടിച്ചത്. അപ്പോൾ സ്റ്റാർട്ടർ തന്നെയായിട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്നപ്പോൾ തന്നെ നമ്മളൊരു കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ 2 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളായിട്ട് വാങ്ങി വളർത്തിയത്. അതിൽ നിന്നാണ് ഞാൻ ഇത്രയും കോഴികളൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കോഴികളില്ലാത്തൊരു ജീവിതമല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് തുടക്കക്കാർക്കൊക്കെ കോഴി വളർത്തൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലത് നമ്മളെ മുട്ടയിടുന്ന കോഴികളെ വാങ്ങി വളർത്തുക. എന്നിട്ട് അതിൽ നിന്നും അട വെച്ച് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ നോക്കുന്നതായിരിക്കും കേട്ടോ നന്നാവുക. പിന്നെ നമ്മളെ കുറച്ചൊക്കെ നേക്കും കാര്യങ്ങളും ട്രിക്കൊക്കെ അറിയെങ്കിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നതായിരിക്കും നല്ലത്. നമുക്കിപ്പോൾ ഒരു 10 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയാൽ അവർക്ക് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു എന്താ പറയുക ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ കോഴി വളർത്തണമെന്നും ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് മുട്ടയിടുന്ന കോഴിനെ അല്ലെങ്കിൽ മുട്ടയിടാനായ കോഴിനെ വാങ്ങി വളർത്താം. അപ്പോൾ നമുക്ക് വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മുട്ടയിടാനായതോ അല്ലെങ്കിൽ മുട്ടയിടുന്ന കോഴിയും ഒരു 5 ഒരു പൂവനും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിച്ചിറക്കി നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴികളൊക്കെ എന്താ പറയുക നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെയായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു പേരൻറ് സ്റ്റോക്കിനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മളെ ഒരു കോഴി വളർത്തലിലൂടെ നമുക്കൊരു പേരൻറ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കോഴിക്കുഞ്ഞിനെ വിരിച്ചിറക്കാനും കോഴിമുട്ടയൊക്കെ. അപ്പോൾ നമ്മുടെ നാടൻ കോഴികളാണെങ്കിൽ നമുക്ക് മുട്ട ഒരുപാട് കിട്ടില്ല. നമുക്ക് പേരൻറ് സ്റ്റോക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. ആവശ്യക്കാർക്ക് നാടൻ കോഴികളെ നമുക്ക് സെയിൽ ചെയ്യാം. നല്ല നാടൻ കോഴികൾക്കാണെങ്കിൽ അത്യാവശ്യം നമ്മൾ ചോദിക്കുന്ന ഒരു വിലയും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് കോഴി സെയിലായി പോയിട്ടുണ്ട്, കോഴിയും കോഴിക്കുഞ്ഞു. പിന്നെ ഞാൻ വലിയ കോഴികളെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ പേരൻറ് സ്റ്റോക്കായിട്ട് നിർത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.